നിലമ്പൂരിൽ LDFും UDFും തമ്മിൽ അവിശുദ്ധമായ രാഷ്ട്രീയ ധാരണയെന്ന് NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട്. ഈ നാടിനെ മുഴുവൻ ഒന്ന് ശുദ്ധീകരിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന NDAക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, അത് ജാതിയും മതവും വർഗവും ഒന്നും പരിഗണിക്കേണ്ട ഒരു ശുദ്ധമായ രാഷ്ട്രീയത്തിന് വേണ്ടി NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനെ ജയിപ്പിക്കുവാൻ കോൺഗ്രസ് സഹായിക്കുകയാണെന്നും വികസന മുരടിപ്പിന് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വന്യമൃഗശല്യത്തിനും റെയിൽവേ വികസനത്തിനും ശാശ്വത പരിഹാരം NDA വാഗ്ദാനം ചെയ്യുന്നു. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കവേ മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട് രംഗത്തെത്തി. കൃഷി തോട്ടങ്ങളുണ്ട്, 2 എണ്ണം. നമ്മൾ മുണ്ടേരിയിലും നമ്മുടെ മുട്ടിക്കടവിലും. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. ഒരു അഗ്രികൾച്ചർ കോളേജ് അവിടെ കൊണ്ടുവന്നൂടെ? ഒരു ടെക്നിക്കൽ കോളേജ് കൊണ്ടുവന്നാൽ എത്ര ഗുണം അതുകൊണ്ട് കിട്ടും? ഈ നാട്ടിലെ കർഷകർക്ക് എത്ര പേർക്ക് അതിൻ്റെ ഗുണം ലഭിക്കും? ഒരു യൂണിവേഴ്സിറ്റി അതിന് മാറ്റാനുള്ള ഭൂമിയും സമ്പത്തും സംവിധാനങ്ങളും അവിടെയുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൂടെ? എന്തുകൊണ്ട് അത്തരത്തിൽ ശ്രദ്ധിക്കുന്നില്ല? ഞങ്ങൾ പറയുന്ന അതേപോലെയുള്ള വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ. നമ്മൾ ഈ വിവാദങ്ങളുടെ മാത്രം പുറകെ പോകണ്ട. വിവാദങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഈ വികസനം, നിങ്ങൾ ബൈപ്പാസൊക്കെ പറഞ്ഞ് മനുഷ്യനിപ്പോൾ പറയാൻ പറ്റും, അതൊരു ചർച്ചയല്ലാതെയായി മാറിയിട്ടുണ്ട്. കാരണം ഇത് ഇങ്ങനെ പോകൂ എന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളവിടുത്തെ ഒരു വികസന സമിതി എന്ന് പറഞ്ഞുകൊണ്ട്, നിലമ്പൂർ വികസന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമിതിയൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറേ പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. എവിടെ നിൽക്കുന്ന ആലോചിച്ച് നോക്കും. അവരവസാനം പരാജയപ്പെട്ട് എല്ലാം മടക്കി വെച്ച് തിരിച്ചു പോകേണ്ട ഗതികേട് വന്നു. കാരണം ഇത് ചർച്ച ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തരത്തിലെത്തി. മണ്ഡലത്തിൽ LDFും UDFും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്നാണ് പ്രധാന ആരോപണം. 9 വർഷം MLA ആയിരുന്ന ആൾ അകാരണമായി രാജിവെച്ച് ജനങ്ങളുടെ മേൽ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതിനെതിരെ ജനവികാരമുണ്ടെന്ന് ഗിരീഷ് മേക്കാട്ട് പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വർഗീയ ശക്തികളുമായി ഇരുമുന്നണികളും ചെങ്ങത്തത്തിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. വികസന കാര്യത്തിൽ മണ്ഡലം ഏറെ പിന്നിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ സ്ഥാനാർത്ഥി NDA വിജയിച്ചാൽ 5 വർഷത്തിനുള്ളിൽ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകി. വന്യമൃഗശല്യം തടയുവാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും താലൂക്ക് ആശുപത്രിയെ മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. SNDP ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും NDAയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പമാണെന്നും ഗിരീഷ് മേക്കാട്ട് കൂട്ടിച്ചേർത്തു. SS Group, Niലമ്പൂർ.